ബിസ്മില്ലാ അസ്സലാമു അലൈക്കും. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഡേ ടു ഡേ ഓഫീസ് വർക്കിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഈസിയായി ചെയ്യാനുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഫസ്റ്റ് പറയാനുള്ള സ്റ്റിക്കി നോട്ട്സ്. ഇപ്പോൾ നമ്മളൊരു ഷിഫ്റ്റ് എൻഡിൽ നെക്സ്റ്റ് ഷിഫ്റ്റിനോട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫോൺ കോൾ വന്ന ഒരു കാര്യം നോട്ട് ചെയ്യണം, അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വിൻഡോസിലുള്ള ഒരു ടൂളാണ് സ്റ്റിക്കി നോട്ട്. സ്റ്റിക്കി നോട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സ്റ്റാർട്ടിൽ ജസ്റ്റ് സ്റ്റിക്കി എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ കാണാം, ഇത് നിങ്ങൾക്ക് റൈറ്റ് ബട്ടണിൽ പിൻ ടു സ്റ്റാർട്ട് മെനു ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് മെനുവിൽ ഈ ലൊക്കേഷനിൽ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ബട്ടണിൽ പിൻ ടു ടാസ്ക് ബാർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. എനിവേ, സ്റ്റിക്കി നോട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, നിങ്ങളുടെ പ്രയോറിറ്റി, വർക്കിൻ്റെ പ്രയോറിറ്റി, മാറ്ററിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. ഒന്നിലധികം സ്റ്റിക്കി നോട്ട്സ് വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാം, അതിൻ്റെ കളർ മാറ്റാം. എന്നിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷന് ടു അക്കൗണ്ടൻറ്റ് പുട്ട് ക്യാഷ് ടു ബാങ്ക് ആസ് ആപ്പ്, വേറൊന്ന് ടു മിസ്റ്റർ ബാബു, കോൾ വെൻ വെഹിക്കിൾ 4567 ദുബായ് റീച്ച്. ഇതുപോലെ നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫോൺ ഇൻഫോർമേഷൻസ് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി നോട്ട് ചെയ്യാൻ ഇവിടെ പറ്റും. ഏതെങ്കിലും ഒരാളുടെ ഫോൺ നമ്പർ ശ്രദ്ധിക്കുക. ഇത് കമ്പ്യൂട്ടറിൽ സേവ് ആവുന്നില്ല, കമ്പ്യൂട്ടറിലൊരു ഫയലായിട്ട് സേവ് ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ ഓഫീസിൽ ഉപയോഗിക്കുന്ന യെല്ലോ സ്റ്റിക്കർ അല്ലെങ്കിൽ നോട്ട് പോലത്തെ ഒരു ഫെസിലിറ്റിയാണ്. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയുന്നത് തന്നെ കാൽക്കുലേറ്റർ ടൂളാണ്. കാൽക്കുലേറ്റർ ടൂളിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യുന്നതിൻ്റെ ഓൾഡ് ഹിസ്റ്ററീസ് അവൈലബിൾ ആയിരിക്കും. കൂടുതൽ വിശദമായി പറയുന്നില്ല. വ്യൂവിൽ ഡേറ്റ് കാൽക്കുലേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് ഡേറ്റിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ്, ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആനുവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സമയത്ത് ഒരു എക്സാമ്പിളാണ് 17/1/2016 അപ് ടു 8ാം മാസം പോകുന്ന ഒരാളുടെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നോക്കുക, ഓഗസ്റ്റ് ലാസ്റ്റിന് പോകുന്ന ആൾ എത്ര ദിവസമുണ്ട്? 7 months and 22 weeks, 227 days. ഇവിടെ ഡേറ്റ് കാൽക്കുലേഷൻ വഴിയാണ് പോകുന്നത്. നെക്സ്റ്റ് പറയാനുള്ള ടോപ്പിക്ക്, ഇപ്പോൾ നമ്മൾ സ്റ്റിക്കി നോട്ടിനെ പറ്റി പറഞ്ഞു, അടുത്തത് ഡേറ്റ് ഡിഫറൻസ് കാൽക്കുലേറ്റിനെ പറ്റി പറഞ്ഞു. അടുത്ത പറയാനുള്ളത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, സ്നിപ്പിംഗ്. സ്നിപ്പിംഗ് മീൻസ് നമുക്ക് സ്ക്രീനിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ ഇമെയിൽ പർപ്പസിനോ മറ്റ് പ്രിൻറ്റിങ് പർപ്പസിനോ വാട്ട് എവർ ഇറ്റ് ഈസ് നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പിക്ചർ ഫോർമാറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിലാണ് സ്നിപ്പിംഗ് ടൂൾ യൂസ് ചെയ്യുന്നത്. സ്നിപ്പിംഗ് എന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ വിൻഡോസ് 7 അങ്ങനെ ഒരു എളുപ്പമുണ്ട്. ജസ്റ്റ് ബിഗിനിങ് അടിച്ചാൽ തന്നെ പ്രോഗ്രാം വരും. ഇവിടെ കാണും നിങ്ങൾക്ക്, ഇറ്റ് ക്യാപ്ചേഴ്സ് എ പോർഷൻ ഓഫ് യുവർ സ്ക്രീൻ ആൻഡ് യു ക്യാൻ സേവ്, യു ക്യാൻ അനോട്ടേറ്റ് ആൻഡ് യു ക്യാൻ ഷെയർ ദ ഇമേജ്. അതാണ് ഇതിൻ്റെ പർപ്പസ്. നമുക്ക് സൗകര്യാർത്ഥം ഇവിടെ ടാസ്ക് ബാറിലേക്ക് പിൻ ചെയ്തു, സ്റ്റാർട്ട് മെനുവിലേക്ക് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കാണും. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാ സ്റ്റിപ്പിംഗ് ടൂൾ ആക്ടിവേറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് 4 വിധത്തിൽ ചൂസ് ചെയ്യാം. ഞാനിപ്പം പഠിക്കാൻ എളുപ്പത്തിന് റെക്റ്റാങ്കുലർ ഫോം എടുക്കുന്നുണ്ട്. എന്നിട്ട് റെക്റ്റാങ്കുലർ ഫോം എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഏരിയാസ് ചൂസ് ചെയ്യാം. ഓക്കെ, റിലീസ് ചെയ്യുന്നതോടുകൂടി അത് നമുക്ക് ഇവിടെ ഒരു പിക്ചറായിട്ട് സ്നാപ്ഷോട്ട് എടുത്തിട്ടുണ്ടാവും. ഇവിടെ അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് യെല്ലോ മാർക്കർ ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം മെൻഷൻ ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം. യെല്ലോ മാർക്കിൽ പുട്ട് ക്യാഷ് ടു ബാങ്ക്, ആവശ്യമുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാം. അങ്ങനെ വെഹിക്കിൾ നമ്പർ, സ്റ്റിക്കി നോട്ട്സ്, ഡേറ്റ് ഡിഫറൻസ്, ആവശ്യമുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാം. ഇനി ഇവിടെ ടൂളുണ്ട്, ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതി ചേർക്കാം. സ്നിപ്പിംഗ് ടൂൾസ്. ഇനി മായ്ക്കണമെങ്കിൽ ഇറേസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇറേസ് ചെയ്യാം. അതിൻ്റെ ശേഷം സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാ ഡിഫറെൻറ്റ് ഫോർമാറ്റ് പറയാം. വെൽ നോൺ ഫോർമാറ്റായ JPG പറയാം. ഇത് ഡിയിലെടുത്തിട്ട് ടെസ്റ്റ് 1, അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോൾഡറിൽ ഒരു പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫയൽ നെയിം സേവ് ചെയ്യുക.
എന്നിട്ട് അവിടുന്ന് ഫയൽ എടുത്തിട്ട് ഇമെയിൽ ചെയ്യാനും മറ്റൊക്കെ പറയും. ഇനി പ്രോപ്പർലി കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട്ലുക്ക് പോലത്തുള്ള ഇമെയിൽ ക്ലയൻറ്റ്സ് കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാനും പറ്റും. ഓക്കെ, ഇനി ഇവിടെ തന്നെ സബ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഫ്രീ ഫോം ആയിട്ട് ഇങ്ങനെ ഇറഗുലർ ഷേപ്പിൽ ആവശ്യമുള്ള ഏരിയാസ് മാത്രമായിട്ട് ചൂസ് ചെയ്യാം. കണ്ടില്ലേ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ആയിട്ട് പല പല ഓപ്ഷൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ക്ലിപ്പിൻ്റെ അവസാന ഭാഗത്ത് പറയാനുള്ളത് സെർച്ചിങ്. ഒരു പെർട്ടിക്കുലർ ഫയൽ നമ്മളെ ഹാർഡ് ഡിസ്കിൽ ബിഗ് സ്പേസ് ഉണ്ടാവും. അതിൽ ഒരു പെർട്ടിക്കുലർ ഫയൽ സെർച്ച് ചെയ്യണമെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഫയൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ PDF ഫയലാണ് നമുക്ക് വേണമെങ്കിൽ യു ക്യാൻ പുട്ട് .pdf. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിലുള്ള മുഴുവൻ PDF ലിസ്റ്റ് ചെയ്യും. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കണമെങ്കിൽ ഇവിടെ സീ മോർ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഉടനെ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻസ്, അതിൻ്റെ ഡേറ്റ് എല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. ഒന്ന് റിവൈസ് ചെയ്യുക, റീക്യാപ്പിംഗ് മാത്രം. ഇനി ആവശ്യമുള്ള ഡ്രൈവിൽ മാത്രം ചൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുക്കാം. മാത്രമല്ല സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു ബിഗ് സൈസ് ഫയലാണെങ്കിൽ സൈസ് ഇവിടെ സ്പെസിഫൈ ചെയ്യാം. ഇതാണ് സെർച്ചിങ്. പെട്ടെന്ന് തന്നെ നമ്മൾ ഫയൽ കണ്ടുപിടിക്കാൻ എളുപ്പം. അതിൻ്റെ സിസ്റ്റത്തിൽ ലോഗോന്ന് പേരിൻ്റെ ഒരു പോർഷനിലുള്ള ഫയൽസ് മുഴുവൻ ലിസ്റ്റ് ചെയ്യും. ഇനി ഡേറ്റ് മോഡിഫൈ വെച്ച് സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, റീസെൻ്റ്ലി ആയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഫയൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, റീക്യാപ്പിംഗ് ആണ്. സ്റ്റിക്കി നോട്ട് പറഞ്ഞു, ഡേറ്റ് ഡിഫറൻസ് പറഞ്ഞു, പിന്നെ സ്റ്റിപ്പിംഗ് ടൂൾസ്, സെർച്ചിങ്. ഓക്കെ, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. ബൈ പ്രാക്ടീസിങ് ഓൺലി യു ക്യാൻ ബി എ മാസ്റ്റർ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.